ഹേ ഗൈസ്, കൊള്ളിയും ബീഫ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. അതേസമയത്ത് ഈ കൊത്തുപറോട്ട സംഭവങ്ങളൊന്നും അധികം താല്പര്യം. ഒരു സ്ഥലത്ത് പോയി വരുന്ന വഴിക്ക് വാങ്ങിച്ചാട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫുഡ് അടിക്കേണ്ട സമയമായി. അപ്പോൾ ഫ്രീസറിൽ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതങ്ങനെ വറക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് റാഗി കുറുക്കിയതാണ്. അധികം കട്ടയായിട്ട് കുറുക്കിയൊക്കെ കുടിക്കാനായിട്ട് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം അമ്മ കുറച്ച് വെള്ളം പോലെയാണ് കുടിക്കുക. ഇത് കേക്കിന് വേണ്ടി തല്ലൂടാണ്. ആകെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ വലിയ പീസ് വന്നിട്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ ആകെ അതേ ഉള്ളൂ. അപ്പോൾ അവിടെ കിടന്ന് കരട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വെക്കുന്നത് ഏട്ടനും നീൽച്ചാനും വേണ്ടിയിട്ടുള്ള കപ്പക്കിഴങ്ങാട്ടോ. അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിലാണ് വെക്കുന്നത്. ഇത് 2 എണ്ണം ഓഫറിൽ മേടിച്ചതാണ്. 1000 ബിലോ റേറ്റിലാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. 2 എണ്ണത്തിനും കൂടിയിട്ട് ഒരു മൂടിയാട്ടോ ഉള്ളത്. ഇത് ഒരെണ്ണം 3 ലിറ്ററിൻ്റെയും മറ്റേത് 1.5-2 ലിറ്ററിൻ്റെ ആണ്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ വലിയ കുക്കറിലാണ് ഇത് കപ്പ പുഴുങ്ങാൻ വെക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോവാണ്. എപ്പോഴും കുക്കറിൽ ഇടാറില്ല കേട്ടോ. നമ്മൾ ആവി കയറ്റാണ് ചെയ്യാറ്, ഇഡ്ഡലി തട്ട് വെച്ചിട്ട്. പക്ഷെ ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് വേഗം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ കുക്കർ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കാം. ഒരു വിസിലടിച്ച് കുറച്ച് നേരം വെച്ചപ്പോഴേക്കും നമ്മുടെ കപ്പക്കിഴങ്ങ് റെഡി ആയിട്ടൊക്കെ. ഇത് നേരെ ചേട്ടനാനെയും കൊണ്ടു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ, സീ യു.